السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. വലിയ വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ചാൽ അളല് എന്നാണ് അതിന് പറയാം. ഒരു പെൺകുട്ടി പൊരുത്തമുള്ള യോജിപ്പുള്ള ഒരു ഭർത്താവിനെ കണ്ടെത്തി തന്നെ അയാളോട് കെട്ടിക്കണമെന്ന് വലിയനോട് ആവശ്യപ്പെട്ടാൽ, വാപ്പയോടോ സഹോദരങ്ങളോടോ ആവശ്യപ്പെട്ട് അയാൾ വിസമ്മതിച്ചാൽ ഖാദിക്കാണ് അധികാരം. അപ്പോൾ ഖാദി മറ്റൊരാളെ കണ്ടെത്തിയാലോ, അവളൊരാളെ കണ്ടെത്തി ഖാദി വലിയ മറ്റൊരാളെ കണ്ടെത്തിയാലോ, അവിടെ ഖാദിക്ക് അധികാരമല്ല. അവൾ ഒരാളെ കണ്ടെത്തി, വാപ്പ വേറൊരാളെയും കണ്ടെത്തി, അവിടെ ഖാദിക്ക് കെട്ടിച്ചു കൊടുക്കാൻ അധികാരമല്ല. കാരണം വലിയ വിസമ്മതിച്ചിട്ടില്ലല്ലോ, നിരുപാധികം. അവൾ പറഞ്ഞ ആളോട് കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. അയാൾ പറഞ്ഞ ആളെപ്പോഴും കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാണല്ലോ. ഒരു പക്ഷേ അവൾ കണ്ടെത്തിയ ഭർത്താവിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ആളാണ് വലിയ കണ്ടെത്തിയ ഭർത്താവ് എങ്കിൽ പോലും, വരൻ എങ്കിൽ പോലും അവിടെ ഖാദിക്ക് അധികാരമില്ല. ലാ യുസബ്ബിജുൽ ഖാദി, ഖാദി വിവാഹം ചെയ്ത് നൽകില്ല. ഇൻ അദല മുജ്ബിറും മിൻ തസ്വീജിഹ, മുജ്ബിറായ ഭർത്താവ്, അതാ വാപ്പ വല്യാപ്പ, അവർക്ക് മാത്രമേ അധികാരമുള്ളൂ കേട്ടോ. ഈ മസാല വാപ്പാക്കും വല്യാപ്പാക്കും മാത്രമേ ഉള്ളൂ. മുജ്ബിർ വിസമ്മതിച്ചു മിൻ തസ്വീജിഹ ബി കുഫ്ഇൻ, ഒരു അനുയോജ്യനായ ഭർത്താവിനോട് വിവാഹം ചെയ്തു കൊടുക്കാൻ അയാൾ വിസമ്മതിച്ചു. ആ ഭർത്താവിനെ അയ്യനത്തുഹു, അവൾ നിർണയിച്ചതാണ്. എന്നാൽ വാബ് ഹാരിയാണ്, വഖദ് അയ്യനഹു വ കുഫ്അൻ ആഖറ, വലിയ മുജ്ബിറായ വലിയ മറ്റൊരു വരനെയും നിർണയിച്ചു. വൈറ മുഅയ്യനിഹ, അവൾ നിർണയിച്ചതല്ലാത്ത, അവിടെ ഖാദിക്ക് അധികാരമില്ല. വൈൻകാന മുഅയ്യനുഹു ദൂന മുഅയ്യനിഹ കഫാഅത്തൻ, കഫാഅത്ത് കൊണ്ട്, കഫാഅത്ത് എന്ന് പറഞ്ഞാൽ ബി കഫാഅത്തിൻ, അനുയോജ്യത കൊണ്ട്, തുല്യത കൊണ്ട്, പൊരുത്തം കൊണ്ട് അവൾ നിർണയിച്ച വരൻ്റെ താഴെയാണ് മുജ്ബിറായ വലിയ നിർണയിച്ച കണ്ടെത്തിയ വരൻ ആണെങ്കിൽ പോലും ഖാദി കെട്ടിക്കാൻ പറ്റില്ല. ദൂന എന്ന് പറഞ്ഞാൽ താഴെ. മുജ്ബിർ അല്ലാത്ത വലിയനെ സംബന്ധിച്ചിടത്തോളം വലാ യുസബ്ബിജു ഗൈറുൽ മുജ്ബിരി, മുജ്ബിർ അല്ലാത്ത വലിയ വിവാഹം ചെയ്ത് നൽകില്ല. വലോ അബൻ ഔ ജദ്ദൻ, ആപ്പയാവട്ടെ വല്യാപ്പയാവട്ടെ, മുജ്ബിർ അല്ലാത്ത വലിയ കല്യാണം അവളെ വിവാഹം ചെയ്യുന്നതല്ല. ബിയങ്കാനത്ത് സയ്യിബൻ, അവൾ സയ്യിബാകുമ്പോഴാണ് വാപ്പയും ജദ്ദ് മുജ്ബിറാവുക. മനസ്സിലായില്ലേ? വാപ്പയും വല്യാപ്പയും ചിലപ്പോൾ മുജ്ബിറാകും. എപ്പോഴാണ് മുജ്ബിറാവുക? സമ്മതമുണ്ടെങ്കിലേ കെട്ടിക്കാൻ പറ്റൂ എന്ന അവസ്ഥ വരും. എപ്പോൾ? ഒരിക്കൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ, സയ്യിബാണെങ്കിൽ ഓക്കെ. അങ്ങനെ മുജ്ബിറല്ലാത്ത വലിയ വാപ്പയും വല്യാപ്പയും അവൾ മുമ്പ് വിവാഹം ചെയ്ത പെണ്ണാണെങ്കിൽ മുജ്ബിറാകും. ബാക്കിയുള്ള എല്ലാ ഔലിയാവും അവൾ കെട്ടിക്കുകയില്ല. ഇല്ലാ മിമ്മൻ അയ്യനത്തുഹു, അവൾ നിർണയിച്ച ഒരു വരനോടല്ലാതെ. അവർക്ക് കണ്ടെത്താം, എന്നിട്ട് അവൾക്ക് തൃപ്തിയായി അവൾ സമ്മതം പറയണം. വയില്ല, അങ്ങനെയല്ല എങ്കിൽ കാന ആദിലൻ, ഈ വലിയ ആദിലാകും, വിസമ്മതിച്ചവനാകും. അവിടെ ഖാദിക്ക് അധികാരം കിട്ടും. ആരോടെങ്കിലും ഒന്നും പിടിച്ച് കെട്ടിക്കാൻ പറ്റൂലായിരിക്കും. ഇനി വലിയ ഒളിവിൽ പോയാലോ, വലോ സബത്ത തവാരിൽ വലിയ, വലിയൻ്റെ ഒളിവിൽ പോകൽ ഖാദിയുടെ അടുക്കൽ സ്ഥിരപ്പെട്ടു. ഔ തഅസ്സുഹു, അതില്ലെങ്കിൽ അവൻ്റെ പ്രമാണിത്തരം, അഹങ്കാരം, തഅസ്സുസ്, അസീസാകുക, നാം കാണണം എന്ന് പറഞ്ഞിട്ട് സബ്ബജഹൽ ഹാക്കിമു, അവിടെ എന്ത് ചെയ്യും? ഹാക്കിമ് കെട്ടിക്കുന്നതാണ്. വലിയ വിസമ്മതിച്ചാലും, വലിയ ഒളിവിൽ പോയാലും, വലിയ
വലുപ്പത്തരം കാണിച്ചാലും എന്ത് ചെയ്യും? ഹാക്കിമാണ് അവളെ കെട്ടിക്കുക. കെട്ടിക്കാൻ ആവശ്യപ്പെട്ട് കെട്ടിക്കാതിരിക്കൽ ഹറാമാണ് കേട്ടോ. ഇനി ഖാദി കെട്ടിക്കാനുള്ള അധികാരം. വലിയ ഹജ്ജിൻ്റെയോ ഉംറയുടെയോ ഇഹ്റാമിലാവുക എന്നത്, അല്ലെങ്കിൽ വഖദാ യുസബ്ബിജുൽ ഖാദി, അതുപോലെ തന്നെ ഖാദി കെട്ടിക്കും ഇദാ അഹറമൽ വലിയു, വലിയ ഇഹ്റാം നിർവഹിച്ചാൽ ഖാദിയാണ് കെട്ടിക്കുക. ഔ അറാദ നിക്കാഹഹ കബിനി അമ്മിൻ ഫുഖിദ മൻ യുസാവിഹി ബിദ്ദറജതി വമുഅ്തിഖിൻ, അല്ലെങ്കിൽ വലിയ എന്ത് ചെയ്തു? അവൾ നിക്കാഹി ചെയ്യാൻ ഉദ്ദേശിച്ചു. ഉദാഹരണം, കബിനി അമ്മിൻ, എളാപ്പാൻ്റെ മകൻ. ആപ്പില്ല, വല്യാപ്പില്ല, സഹോദരങ്ങളില്ല, എളാപ്പില്ല, എളാപ്പാൻ്റെ മകൻ മാത്രമാകുമ്പോൾ എളാപ്പാൻ്റെ മകനാണല്ലോ കെട്ടിച്ചു കൊടുക്കേണ്ടത്. വലിയ ആ കെട്ടുന്ന ആളും ഇയാളായാലോ? എളാപ്പാൻ്റെ മകനാണ് എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മകളെ കെട്ടുന്നതെങ്കിലോ അവിടെ വേറെ എളാപ്പാൻ്റെ മക്കളുണ്ടോ നോക്കണം. അതും ഇല്ലെങ്കിൽ ഫഖിദ മൻ യുസാവിഹി, അയാളുടെ അതേ ദറജയിലുള്ള തുല്യതയിലുള്ള വലിയില്ല, ഫി ദറജത്തി പദവിയിലും. അതുപോലെ തന്നെ മുഅ്തിഖ്, ഇത്ഖ് ചെല്ലിയ ആളാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അയാൾ തന്നെയാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിലോ ഇവിടെയൊക്കെ ഫലാ യുസബ്ബിജുൽ അബ്വാദു, അകലത്തിലുള്ള ദൂരെയുള്ള വലിയല്ല കെട്ടിക്കുക, മറിച്ച് ഖാദിയാണ്. ലി ബഖായിൽ അഖ്റബി അലാ വിലായത്തിഹി, കാരണം അഖ്റബ് അയാളുടെ അധികാരത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഇബ്നു അമ്മിന് അധികാരം ഉണ്ടല്ലോ. ഇയാൾ അധികാരം ഇല്ലാതിരിക്കുമ്പോഴല്ലേ എളാപ്പൻ്റെ മകൻ്റെ മകന് അധികാരം ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഖാദിയാണ് കെട്ടിക്കേണ്ടത്. ഇസബ്ബിജുൽ ഖാദി, ഇതാ വലിയ ഇഹ്റാം ചെയ്താൽ ഖാദി കെട്ടിക്കും. ഔ അറാദ നിക്കാഹ, ഇനി വലിയ അവളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ. അപ്പോൾ കല്യാണം കഴിക്കുന്ന വലിയ പറ്റുന്ന വലിയുണ്ട്, പറ്റാത്ത വലിയാണ് വാപ്പ, വല്യാപ്പ, സഹോദരങ്ങൾ, എളാപ്പ എന്നുള്ളത്. അതിനെ അങ്ങോട്ട് സഹോദരങ്ങളെ മക്കൾക്ക് കല്യാണം കഴിക്കാം, അല്ല എളാപ്പാൻ്റെ മകന് കല്യാണം കഴിക്കാം. എളാപ്പാൻ്റെ ജ്യേഷ്ഠാനിയന്മാരുടെ വാപ്പാൻ്റെ ജ്യേഷ്ഠാനിയന്മാരുടെ സഹോദരിമാർക്ക് തമ്മിൽ കല്യാണം കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ ഇബ്നു അമ്മാണ് വലിയ ആയിട്ടുള്ളൂ, പക്ഷേ അയാൾ തന്നെയാണ് അവളെ കെട്ടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫുഖിദ, അപ്പോൾ ഇബ്നു അമ്മിനെ പോലെ ഫുഖിദ മൻ യുസാവി, അയാളുടെ അതേ നിലയിലുള്ള ആളുകൾ ഇല്ല, ഫി ദറജതി പദവിയിലും. അതുപോലെ മുഅ്തിഖ് പോലെയും, ഇത്ഖ് ചെല്ലിയ ആളാണ് കെട്ടിക്കേണ്ടത്, പക്ഷേ കെട്ടുന്നതും അവരാണെങ്കിൽ ഫലാ യുസബ്ബിജുൽ അബ്വാദ്, പിന്നെ അതിൻ്റെ അകലെയുള്ള വലിയല്ല കെട്ടിക്കേണ്ടത്. ഫി സുവരിൽ മദ്കുറത്തി, മുകളിൽ പറയപ്പെട്ട രൂപങ്ങളിൽ ഖാദിയാണ്. ലി ബഖായിൽ അഖ്റബി, കാരണം അടുത്ത വലിയ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ, അലാ വിലായത്തിയാണ് അധികാരത്തിൽ. ഇനി തടസ്സമൊന്നുമെന്നല്ലേ ഉള്ളൂ. ഇനി ഖാദിക്ക് ഒരു പെണ്ണെ കെട്ടാൻ ഉദ്ദേശമുണ്ട്. ഖാദി കെട്ടിക്കേണ്ട ആളാണ്, ഖാദിക്കാണ് അധികാരം. പക്ഷേ ഖാദി തന്നെയാണ് ആ പെണ്ണിനെ കെട്ടുന്നതെങ്കിലോ ഞാൻ എനിക്ക് കെട്ടിച്ചെന്നു, ഞാൻ എനിക്ക് സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ എന്താണ് മാർഗം? വലിയില്ലാതെ പെണ്ണ് നിക്കാഹ് ചെയ്യാൻ ഖാദി ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഖാദിൻ്റെ ചെറിയ കുട്ടിക്കും പെണ്ണ് നിക്കാഹ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അധികാരപരിധിയിലുള്ള മറ്റൊരു ഖാദിയാണ് അയാൾ കെട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പെണ്ണെന്താ തൊട്ടടുത്ത മഹല്ലിൽ ഒരു ഖാദിൻ്റെ വിലായത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ പിന്നെ അയാൾക്ക് അധികാരമാവും. അയാൾ എന്താക്കുക? അയാൾ കെട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നായിബുൽ ഖാദി അയാൾ കെട്ടിച്ചു കൊടുക്കുക. വൈന്നമാ യുസവ്വിജുൽ ഖാദി, ഖാദിക്ക് ഒരു പെണ്ണിനെ വിവാഹം ചെയ്ത് കൊടുക്കും. ഔ തിഫ്ലിഹി, അല്ലെങ്കിൽ ഖാദിൻ്റെ ചെറിയ കുഞ്ഞിന്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കുള്ള നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഒക്കെ വാപ്പരാണല്ലോ. അവർക്ക് വേണ്ടി കല്യാണം കഴിച്ചു കൊടുക്കും. ഇദാ റാദ നിക്കാഹം ലൈസലഹ, വലിയില്ലാത്തൊരു പെണ്ണിനെ നിക്കാഹ് ചെയ്യാൻ അയാൾ ഉദ്ദേശിച്ചാൽ ഖാദിക്ക് വേണ്ടി നിക്കാഹ് ചെയ്തു കൊടുക്കും. ആര്? ഫായിൽ ഏതാ? ഖാദി ആഖറു, വേറെ ഒരു ഖാദി, ബി മഹല്ലി വിലായത്തിഹി, അയാളുടെ അധികാര പരിധിയിൽ വെച്ച്.
ഇതാക്കാനത്തിന് മറവത്ത് ഫി അമലിഹി, സ്ത്രീ അയാളുടെ അധികാര കേന്ദ്രത്തിലാണെങ്കിൽ, അമലിലാണെങ്കിൽ, ഔ നായിബുൽ ഖാദി, അല്ലെങ്കിൽ പിന്നെ ഖാദിൻ്റെ പകരക്കാരൻ, അല്ലദി യത്സബ്ബജു ഹുവ ഔ തിഫ്ലുഹു, ഏത് ഖാദിയാണോ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഖാദിയുടെ കുട്ടിയാണോ കല്യാണം കഴിക്കുന്നത്, ആ ഖാദിൻ്റെ നായിബ് ഖാദി എന്ത് ചെയ്യണം, ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. വലിയ ഖാദി നാഹറു, വേറൊരു ഖാദി കല്യാണം കഴിച്ചു കൊടുക്കണം എന്നതാണ് ഫായിൽ. അങ്ങോട്ട് അത്തഫ് ഔ നായിബുൽ ഖാദി, അല്ലെങ്കിൽ ഈ ഖാദിൻ്റെ തന്നെ പകരക്കാരൻ. ഏത് ഖാദി? അല്ലേ സബജു, അയാളാണല്ലോ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ കുട്ടി. അപ്പം ഇനി ഖാദിയുമില്ലെങ്കിലോ എന്നാണ്. സുമ്മ ഇല്ലം യൂജത് വലിയുൻ ഇമ്മൻ മറ, മുകളിൽ പറയപ്പെട്ട ഒരു വലിയുമില്ലെങ്കിൽ, വൈസബിജുഹ, ഒരു സ്ത്രീയെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് മുഹക്കമുൻ, അതിന് നീതിമാനായ ഒരു മധ്യസ്ഥനാകുന്നു. രണ്ടാൾക്കും ഇടയിൽ നിൽക്കുന്ന ആളാണ് മധ്യസ്ഥൻ, അതായത് ഒരു വിധികർത്താവ്. ഈ കാര്യത്തിന് മാത്രം വിധിയെടുക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്നതാണ്. ഖാദിയാകുമ്പോൾ പൊതുവെ എല്ലാ കാര്യത്തിലും അധികാരം ഉണ്ടാവും. മുഹക്കമാകുമ്പോൾ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ മാത്രം അധികാരം ഉണ്ടാവുള്ളൂ. മുഹക്കമ ഹുറുൻ, സ്വതന്ത്രനായ. ആരാണ് അയാൾ തിരഞ്ഞെടുക്കേണ്ടത്? മഹല്ല് കമ്മിറ്റി അല്ല. വല്ലത്തുഹു, സ്ത്രീ അയാളെ അധികാരം ഏൽപ്പിച്ചു, മാ ഖാത്തിബിഹ, അവളുടെ വരൻ്റെ കൂടെ, അഥവാ വരനും അവളും കൂടെ തന്നെയാണെന്നൊന്നുമില്ല. വല്ലത്ത് അവളെ ഏൽപ്പിച്ചു, ഹു അയാളെ, മാ ഖാത്തിബിഹ, വരൻ്റെ കൂടെ ഏൽപ്പിച്ചു, മഫൂല് അമ്രഹ, അവളെ നിക്കാഹിൻ്റെ കാര്യം ഏൽപ്പിച്ചു. എന്തിന്? ലിയുസവ്വിജഹ, അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി, മിൻഹു, വരന്, ഖാത്തിബിന്. വൈലമേക്ക് മുജ്തഹിദിന്, അയാൾ മുജ്തഹിദല്ല, മുജ്തഹിദായ സ്വയം ഗവേഷണം ചെയ്യാൻ അധികം കഴിവുള്ള പണ്ഡിതനല്ലെങ്കിൽ പോലും, ഇല്ല മേക്കുന്ന സമ്മ ഖാദിൻ, എപ്പോഴാണ് കെട്ടിച്ചു കൊടുക്കുക? അവിടെ ഖാദി ഇല്ലെങ്കിൽ, ഓരോ വൈറാഹിരിൻ, അർഹനല്ലാത്ത ഖാദിയാണെങ്കിലും ശരി, ഖാദി ഇല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യുക? മുഹക്കമാണ് കെട്ടിക്കുക. ഓരോ വൈറാഹിരിൻ, അർഹനല്ലാത്ത ഖാദിയാണ്. അപ്പോൾ അർഹനായ ഖാദിയോ അർഹനല്ലാത്ത ഖാദിയോ ഇല്ലാത്ത സന്ദർഭത്തിൽ ഖാദിണ്ടെങ്കിൽ പിന്നെ മുഹക്കമിന് പറ്റുക. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു നിങ്ങൾ. ഇപ്പം നിങ്ങൾ ഏതോ ഒരു സ്ഥലത്ത് യാത്ര പോവുകയാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹം, ഒരു ആഫ്രിക്കയെന്നോ ഉഗാണ്ടയെന്നോ, എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന്, ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ നിങ്ങൾ കയറി അവിടെ എത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടെന്ന് നമ്മൾ കല്യാണം കഴിച്ചല്ലേ ചോദിച്ചാന്ന് പറഞ്ഞു. ഓളെ വാപ്പല്ല, വല്യാപ്പല്ല, ഒക്കെ ഒരുപാട് ദൂരല്ലേ, 2 മർഹല അപ്പുറത്തല്ലേ. 2 മർഹല ആയി കഴിഞ്ഞാൽ ഖാദിക്കല്ല അധികാരം, പിന്നെ സഹോദരങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ മുഹക്കമാണ് ഉള്ളൂ, ഓല് 2 ആളല്ല, വേറൊരാളും കൂടി ഉണ്ട് ഓലെ കൂടെ യാത്രക്ക്, ഒരു പുരുഷൻ. അയാളെ പരിശോധിച്ചൊക്കെ അയാളെ നീതിമാനാണ്, മുജ്തഹിദൊന്നും അല്ല, വലിയ ഷാഫി ഇമാമിനെ പോലെ മുജ്തഹിദൊന്നും അല്ല, ഖാദി ഏതായാലും ഇല്ല, അർഹനായ ഖാദിയില്ല, ഓരോ വൈറാഹിലിൻ, അർഹനല്ലാത്ത ഖാദിയില്ല. അപ്പോൾ ഈ പെണ്ണും അയാളും കൂടെ എന്ത് പറയാം? ഞങ്ങളെ തമ്മിൽ വിവാഹം നടത്തി തരുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. അത് ഒന്നിച്ച് പറയണമെന്നൊന്നുമില്ല, 2 ആളും പറയണം. ഒരാൾ മാത്രം പറഞ്ഞാൽ മതിയാവില്ല, 2 ആളും പറയണം. ഇതിനാണ് തഹ്കീം തൗലിയത്ത് എന്നൊക്കെ പറയാം. തഹ്കീം തൗലിയത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം തഹ്കീം ഭാര്യ ഭർത്താക്കളിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ്. ആ വിഷയത്തിൽ അയാൾക്ക് എന്ത് ചെയ്യണം? വിധി പറയാനുള്ള അർഹത ഉണ്ടായിരിക്കണം. ഇതാണ് തഹ്കീം. ഇനി തൗലിയത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. തഹ്കീം പറഞ്ഞാൽ 2 ആളും കൂടി ഏൽപ്പിക്കുന്നതാണല്ലോ. ഇനി ഒരു പെണ്ണ് മാത്രം ഒരു നീതിമാനായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുന്നതിന് അവിടെ ഖാസായ വലിയുമില്ല, ആമായ വലിയുമില്ല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ യാത്രയിലോ നാട്ടിലോ എവിടെ ആവട്ടെ, ഖാദിമാരുള്ള നാടൊന്നുമല്ല, ഓളിപ്പോൾ ഉള്ള നാട്ടിലൊന്നും ഖാദിമാരില്ല, അവിടെ തഹക്കീമിന് പറ്റിയ ആളുമില്ല. ശ്രദ്ധിക്കണം, തഹക്കീമിന് നീതിമാനാവണം എന്നുള്ള ഷർത്തുണ്ടല്ലോ. തഹക്കീമിന് പറ്റിയ ആളുമില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മനുഷ്യന്, ഒരു നീതിമാനായ വേറെ ഒരാളെന്ത് ചെയ്യുക? ഓളെ ഏൽപ്പിക്കുക. ഷാഫി ഇമാം പറഞ്ഞെന്താ പറയുക? അതൊക്കെ വേണ്ടി വരും. ഇതാ ലാക്കൽ അമ്രുത്തസ എന്നാണ് ഷാഫി ഇമാം ഈ വിഷയത്ത് പറഞ്ഞത്. ഇതാ ലാക്കൽ അമ്രുത്തസ, ഇടുക്കം വന്നാൽ അത് വിശാലമായി. ഇപ്പോൾ അവൾ ഇടുങ്ങി, അവളെ കല്യാണം കഴിച്ചു കൊടുക്കണം, ആരുമില്ല ഇവിടെ. അപ്പോൾ ഇനി ഹറാമുക്ക് പോകാൻ പാടില്ല,
കുടുങ്ങാൻ പാടില്ല. ഇതാ വാക്കല്ല കാര്യം ഇടുങ്ങിയാൽ ഇത്തസ വിശാലമാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹുക്കുമൻ അങ്ങനെ വലിയ വേണമെന്നുള്ളതിന് ആ വലിയൻ്റെ പട്ടിക അങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും. അതാണ് തൗലിയത്ത്. ഒമാ ജാല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. മുത്തുനബി പറഞ്ഞില്ലേ, ഷാഫി ഇമാമിൻ്റെ വാക്കാണ്, അള്ളാഹു ദീനിൽ ഒരിടങ്ങേറും നിങ്ങൾക്ക് വച്ചിട്ടില്ല. അപ്പം വലിയില്ല എന്നെഴുതി നിക്കാഹിനെ തുടങ്ങിയാൽ പിന്നെ ഖാദിയുള്ള നാട്ടിലേക്ക് പോകണം, ആകെ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, ആകെ വലിയ ബുദ്ധിമുട്ട് വരൂലേ, ഫസാദിലേക്കൊക്കെ പോകാൻ കാരണം വരൂലേ. ഇനി ബുജൈരിമാൻ പറയുന്നുണ്ട്, ഇനിയും ആരുമില്ല, കാര്യം ഏൽപ്പിക്കാൻ പറ്റുന്ന ആരുമില്ല, വ്യഭിചാരം ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവൾക്ക് അവളെ തന്നെ കെട്ടിക്കാം, വലിയ ഉണ്ടാവരുത് എന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഖാദിയൊക്കെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് നിക്കാഹ് പുതുക്കുക. അതിന് ഷാഫി മദ്ഹബ് പ്രകാരം കേട്ടോ. ഹനഫി മദ്ഹബ് പ്രകാരം പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പെണ്ണിനെ തന്നെ കെട്ടിക്കാലോ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളൊരു മസലയുണ്ട് ഇവിടെ. അതായത് ഖാദി കാശ് വാങ്ങുന്ന ആളാണ്, പൈസ കൊടുത്താലേ കെട്ടിച്ചു തരുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ, പൈസ കൊടുത്താലേ എന്താവുള്ളൂ, ഖാദിമാർ കെട്ടിച്ചു തരുള്ളൂ. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ അയാൾക്ക് ആ സ്ത്രീക്ക് എന്ത് ചെയ്യുക, തഹ്കീം ചെയ്യാവുന്നതാണ്, തൗലിയത്ത് ചെയ്യാവുന്നതാണ്, തഹ്കീം ചെയ്യാവുന്നതാണ്. ഞാൻ പറയാം. വൈല്ല വൈസർത്ത് കൗൽ മുഹക്കിമ ഖാല ശൈഖുന. ഞാൻ പക്ഷേ ഇൻകാനൽ ഹാക്കിമു ലാ യുസബിജു ഇല്ലാ ബിദറാഹിമ. ഹാക്കിമ് പണം വാങ്ങിയിട്ടല്ലാതെ നിക്കാഹ് ചെയ്ത് കൊടുക്കില്ലെങ്കിൽ കമാ ഹദസലാന ഇപ്പോൾ സംഭവിച്ചതുപോലെ ഫയത്തജു അവിടെ ന്യായം അന്നലഹാൻ തുവല്ലി ആദിലൻ അവൾക്ക് ഒരു നീതിമാനായ ആളെ ഏൽപ്പിക്കാം. വുജൂദിഹി ഖാദി ഉണ്ടായിട്ടും ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ കാശ് വാങ്ങിയാൽ അയാൾ ഖാദി സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാകൂലേ, പുറത്താക്കപ്പെടൂലേ എന്നൊരു ചോദ്യം. അത് അയാളെ നിയമിക്കുമ്പോഴേ ഭരണാധികാരിക്ക് അറിയുമെങ്കിൽ എന്താവില്ല, ഭ്രഷ്ടനാവില്ല. അതാണ് വൈൻ സല്ലംന അന്നഹുല ബിസാലിക്ക. നമ്മൾ സമ്മതിച്ചാലും അതുകൊണ്ട് അയാൾ അസ്ലാകൂല, ഖാദി സ്ഥാനത്തിൽ നിന്ന് രാജിയാകൂല, ഒഴിവാകൂല, ഖാദി സ്ഥാനം നഷ്ടപ്പെട്ടവനാകൂല എന്ന് സമ്മതിച്ചാലും ബിയാൻ അലിമ മുവല്ലിഹി ദാലിക മിൻഹു, കാരണമാണ് ഏൽപ്പിക്കുന്ന ആൾക്ക് ഈ കാര്യം അയാളിൽ നിന്ന് അറിയാമായിരുന്നു എന്നിട്ടുമാണ് അയാളെ ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ എന്താവില്ല, അയാളെ അസ്ലാവൂലല്ലോ. ഹാല തൗലിയത്തി, അയാളെ ഖാദി സ്ഥാനം ഏൽപ്പിക്കുന്ന സമയത്ത് ഈ മുവല്ലി അയാളെ ഖാദി സ്ഥാനം ഏൽപ്പിച്ച ആൾക്ക് അറിയാതെ ആലിക്കാത് മിൻഹു ആ വ്യക്തിയിൽ നിന്ന്. അങ്ങനെ ആകുമ്പോൾ അയാൾ എന്താവില്ല, ഇനി പൈസ വാങ്ങിയാലും ഖാദി സ്ഥാനത്തിൽ നിന്ന് ഫാസിഖാവൂല, അപ്പോൾ അസ്ലാവൂല. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ അപ്പോൾ അങ്ങനെ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജഅൽനാ മിൻ ഇബാദില്ലാഹി സ്സാലിഹീൻ.